8 തലമുറയിൽ നിന്നുള്ള അംഗങ്ങളുടെ സംഗമവേദിയായി ആവള കുടുംബ സംഗമം. മുനീർ ബായാർ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തതയാർന്ന പരിപാടികൾ കൊണ്ട് കുടുംബ സംഗമം ശ്രദ്ധേയമായി. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. തിരക്കുപിടിച്ച ഇക്കാലത്ത് ബന്ധങ്ങളും സൗഹൃദങ്ങളുമാണ് പ്രധാനമെന്ന് വരച്ചു കാണിച്ച് ഉപ്പളയിലെ ആവള കുടുംബയോഗം. പണ്ടുകാലങ്ങളിലെ പോലെയല്ല, ഇന്ന് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ കുടുംബയോഗങ്ങളും സംഗമങ്ങളും അത്യാവശ്യമായി മാറുകയാണ്. ബന്ധങ്ങൾ പുതുക്കാനും ശക്തിപ്പെടുത്താനും എല്ലാവരും ഒന്നിച്ചു മുന്നേറണമെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു. ഏകദേശം 180 വർഷത്തെ ചരിത്രമാണ് ആവള അബ്ദുൽ ഖാദർ ഉപ്പപ്പയുടെ കുടുംബ പാരമ്പര്യത്തിനുള്ളത്. ഉപ്പള നയാബസാറിലെ ഫെറാറോ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം വ്യത്യസ്തത പുലർത്തുന്ന ഒന്നായി മാറി. ദുആ, ഖിറാത്ത് എന്നിവയോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. മുതിർന്ന അംഗം അബ്ദുൽ ഖാദർ ഹാജി പഞ്ചാർ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു. മുനീർ ബായാർ ഉദ്ഘാടനം ചെയ്തു. ഷക്കീൽ മംഗളൂരു സ്വാഗതം പറഞ്ഞു. ഇബ്രാഹിം ഖലീൽ ഉപ്പപ്പ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രമുഖ പ്രഭാഷകൻ ഖലീൽ ഹുദവി സംസാരിച്ചു. അവ്ള അബ്ദുൽ ഖാദർ ഉപ്പാപ്പയുടെ കുടുംബ പാരമ്പര്യത്തിലെ 3ാം തലമുറയിലെ എല്ലാ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. കുടുംബത്തിലെ ഇളയ കുട്ടികൾ ഖുർആൻ പാരായണവും വിവിധ സാംസ്കാരിക പരിപാടികളും അവതരിപ്പിച്ചു. കൂടാതെ കുടുംബ പൈതൃകത്തിന്റെ ഒരു അവലോകനമായി അബ്ദുൽ ഖാദർ ഉപ്പാപ്പയുടെ കുട്ടികളുടെ ഒരു ഹ്രസ്വ വിവരണവും 8 തലമുറകളിലെ കുടുംബവൃക്ഷത്തിന്റെ പൂർണ്ണ വിവരണത്തിന്റെ വീഡിയോ പ്രദർശനവും നടന്നു. മുസ്തഫ സാദി കോർഡിനേറ്ററായിരുന്നു. ലഘു പ്രഭാത ഭക്ഷണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ഉച്ചഭക്ഷണം, ചായ, ലഘു ചായ സൽക്കാരം ഉൾപ്പെടെ കുട്ടികൾക്ക് വിനോദത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. കാരണം ഇന്ന് നിങ്ങളിവിടെ നിൽക്കുന്ന ഒരു സമയം പോലും അത് നിങ്ങൾക്ക് പാഴാവുകയില്ല. കാരണം ഒരു ഹദീസ് ഉണ്ട്, പക്ഷെ ആ ഹദീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അറിയാം. ചിലപ്പോൾ ഇവിടെ പണ്ഡിതന്മാരുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മളുടെ 2 കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ക്വസ്റ്റ്യൻ ചെയ്യും. എന്താണ്? ഒന്ന് നമ്മുടെ സമയം, പിന്നെ നമ്മുടെ ആരോഗ്യം. എന്തിനു വേണ്ടി ചെലവഴിച്ചു? ഇതെല്ലാവർക്കും ഉത്തരം മുട്ടുന്ന ഒരു കാര്യമാണത്, ഈ 2 കാര്യം. കാരണം ഇന്നത്തെ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം മുട്ടൂല. കാരണം ഇത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അതല്ലാതെ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ മൊബൈലെടുത്ത് നോക്കിയാൽ മതി, എത്ര മണിക്കൂർ ഞാൻ മൊബൈൽ ഉപയോഗിച്ച് നോക്കിയാൽ മതി. വേറെ കുറേ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏറ്റവും സമയം വേസ്റ്റാക്കുന്നത് പക്ഷെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ല, പക്ഷെ നമ്മുടെ മൊബൈലിന് വേണ്ടിയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.